ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് 15-ാം തീയതി എല്ലാ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സങ്കടകരമായൊരു അധ്യായമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പഴമൊഴിയുണ്ട്, ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക എന്ന്. ഈ അധ്യായം ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്നതിനൊരു നല്ല ദൃഷ്ടാന്തമാണ്. എന്താണ് സംഭവിച്ചത്? ഇഫ്താഹ് വഴി ദൈവം അമ്മോന്യരുടെ മേൽ വലിയ വിജയമാണ് നൽകിയത്. എന്നാൽ യുദ്ധത്തിൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കൂടാതെ ഇഫ്താഹിൻ്റെ അഭ്യർത്ഥന ഈ 12 ഗോത്രങ്ങളും അംഗീകരിച്ചുമില്ല. അതുകൊണ്ട് ഇഫ്താഹിനോട് വെറുതെ ശണ്ടയിടുവാനായിട്ട് എഫ്രൈമർ ഒരുങ്ങി. അവരെ ഇഫ്താഹിനൊക്കെ വന്നു, നീ യുദ്ധത്തിൽ പോയപ്പോൾ ഞങ്ങളെ വിളിച്ചില്ല, എന്താണ് നീ വിളിക്കാഞ്ഞത്, നീ എത്ര തൻ്റെ അടിയാണോ എന്നൊക്കെ പറഞ്ഞവരെ യുദ്ധത്തിൽ തുടങ്ങി. ഈ യുദ്ധത്തിന് വിളിച്ചില്ലെന്നുള്ള വാസ്തവത്തിൽ ഇന്നത്തെ കാലത്ത് സന്തോഷിക്കും. എന്നാൽ അന്നത്തെ കാലത്ത് സന്തോഷിക്കില്ല. കാരണം യുദ്ധത്തിൽ ഒരുപാട് കൊള്ള കിട്ടും, ഒരുപാട് ആടുമാടുകളെയും ഒരുപാട് ആളുകളെയും ഒക്കെ കിട്ടും. അപ്പോൾ യുദ്ധത്തിന് പോകുന്നവർക്ക് യുദ്ധത്തിന് വിജയിച്ചു കഴിഞ്ഞാൽ വലിയ കൊള്ള കിട്ടും. അപ്പോൾ അമ്മോന്യരെ അങ്ങനെ തോൽപ്പിച്ച വലിയ കൊള്ളയുമായിട്ട് ഇഫ്താഹും മറ്റു ആളുകളും വന്നപ്പോൾ ഈ എഫ്രൈമർ പറഞ്ഞു, ഏട്ടാ ഇത് ഭയങ്കരമാണ്, നമ്മളെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ, അല്ല ഇവൻ നമ്മളെ വിളിച്ചില്ലല്ലോ. അതിനവർ വഴക്കിനൊരുങ്ങിയതാണ്. പക്ഷേ ആ വഴക്ക് ഒരു യുദ്ധമായി മാറി. എഫ്രൈമർ കാരണം പ്രതികാരത്തിനാണ് ഒരുങ്ങിയത്. ഇഫ്താഹിനോടും യുദ്ധത്തിന് പോയവരോടും യുദ്ധത്തിന് പോയി. അതിൻ്റെ ഫലം എന്താണെന്നറിയാമോ? 40,000 പേര്, എഫ്രൈമരിൽ 40,000 പേര് കൊല്ലപ്പെട്ടെന്നാണ്. 1-2 40,000, 40,000 പേര്. അവർ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുമായിരുന്നു. വെറുതെ കയറി ചെന്ന് വഴക്കിന് എന്നാണ്. 40,000 ആളുകൾ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞാൽ 40,000 വിധവകളുണ്ടായി. എത്രയായാലും 1,00,000 പിള്ളേർ അനാഥരായി തീർന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു? വല്ല ആവശ്യമുണ്ടായിരുന്നു? ഒരാവശ്യവുമില്ല. അതാണ് ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇഫ്താഹ് അതിബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു. ഈ യുദ്ധത്തിൽ ഇഫ്താഹ് എന്ത് ചെയ്യുന്നറിയാമോ? ഇവരെ തോൽപ്പിക്കണമല്ലോ. ഇവരെ യുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എഫ്രൈമരുടെ സംസാരത്തിൻ്റെ പ്രത്യേകത ഇഫ്താഹ് ശ്രദ്ധിച്ചു. ഈ എഫ്രൈമർ സംസാരിക്കുമ്പോൾ അവർക്ക് എല്ലാ അക്ഷരങ്ങളും ശരിക്കും പറയാനൊക്കെയില്ല. അവർക്ക് സ എന്ന് പറഞ്ഞാൽ ഷ എന്ന് തിരിയും, അങ്ങനെ അവർക്ക് തിരിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കടവ് കടന്ന് അക്കരയ്ക്ക് പോകണം. അപ്പോൾ കടവ് കടക്കാനായിട്ട് വരുമ്പോൾ ഇഫ്താഹ് അവരോട് ചോദിക്കും, നീ ഏത് നാട്ടുകാരനെന്ന് ചോദിക്കും. അപ്പോൾ ഈ എഫ്രൈമർക്കൊരു പ്രത്യേകതയാണ്, സാ പറയാനറിയില്ല, ഷാ എന്നേ തീയത്തുള്ളൂ. അപ്പോൾ സാ ചേർത്തുള്ളതായിരിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കും, ഷാ എന്നേ പറയത്തുള്ളൂ. ആസാമെന്ന് പറയിപ്പിച്ച് ആശാമെന്നേ പറയത്തുള്ളൂ. സാമ്പാർ എന്ന് പറഞ്ഞാൽ ശാമ്പാർ എന്നേ പറയത്തുള്ളൂ. അപ്പോൾ അവരെ എല്ലാം അങ്ങനെ ഒന്നൊന്നായിട്ട് ആ കടയിൽ വെച്ച് കൊന്നുകളഞ്ഞു. വെറുതെ എടുത്ത് ചാടിയില്ലെന്നാണ് ചോദിക്കുന്നത്. വെറുതെ എടുത്ത് ചാടിയതിന് വല്ല കാര്യമുണ്ടോ? ഇതിനൊരു കാര്യവുമില്ല. ഭവിഷ്യത്തുകൾ ചിന്തിക്കാതെ എടുത്തു ചാടുന്നത് അത്യാപത്താണ്. കൂടാതെ ഒരു യുദ്ധത്തിന് മതിയായ കാരണമുണ്ടായിരിക്കണം. ഒരു ഗോത്രത്തെ യുദ്ധത്തിന് വിളിച്ചില്ലെന്ന് പറഞ്ഞ് അവരോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് ന്യായമാണോ? അതിന് വല്ല ന്യായമുണ്ടോ? നിങ്ങളെ യുദ്ധത്തിന് വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ അതൊരു ന്യായമില്ല. കാരണം അവർക്കെതിരെ അല്ലല്ലോ യുദ്ധം, അവരോടല്ലല്ലോ യുദ്ധം, ശത്രുവിനോടല്ലേ യുദ്ധം. അപ്പോൾ ഇത് മതിയായ കാരണമില്ലാത്ത ഒരു യുദ്ധമായിരുന്നു. അപ്പോൾ ആരോടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ട് വേണം യുദ്ധത്തിന് ഇറങ്ങാൻ. സ്വന്തം സഹോദരന്മാരോടാണ് എഫ്രൈമർ യുദ്ധം ചെയ്തത്. അതിൻ്റെ കാരണമോ അവരവരെ യുദ്ധത്തിന് വിളിച്ചില്ലെന്ന്. അതൊരു കാരണവശാലും നീതീകരിക്കാവുന്നതല്ല. ചില ആളുകളുടെ രക്തത്തിൽ യുദ്ധക്കൊതിയുണ്ടെന്ന് ഞാൻ പറയട്ടെ. യുദ്ധക്കൊതിയുണ്ട്. അവർ ഏത് കാരണം ചൊല്ലിയും വഴക്കുണ്ടാക്കുന്നവരാണ്. ഏത് കാരണം ചൊല്ലിയും വഴക്കുണ്ടാക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ ആ യുദ്ധക്കൊതിയന്മാരായ ആളുകൾക്ക് അങ്ങനെയാണ്. അനാവശ്യമായ പോലീസ് കേസുകളും കോടതി കേസുകളും ഒഴിവാക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. അവർക്കതൊക്കെ ഇഷ്ടമാണ്. കോടതി കയറി ഇറങ്ങുക, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുക, ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഭയങ്കര തമാശയാണ്. അതിൻ്റെ ഫലമായിട്ട് ബന്ധങ്ങൾ നഷ്ടമാവുകയും സാമ്പത്തിക നഷ്ടം വരികയും ചെയ്യും. എന്ന് മാത്രമല്ല, കേസും വഴക്കും കൊണ്ട് എന്ത് ലാഭമുള്ളത്? വല്ലവർക്ക് സമാധാനം ഉണ്ടാകുമോ? സമാധാനം കാക്ഷിക്കുവാനാണ് വചനം പറയുന്നത്. സമാധാനം ഉണ്ടാക്കുന്ന ദൈവപുത്രന്മാരെന്നല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? വഴക്കുണ്ടാക്കുന്നവരല്ലേ ദൈവപുത്രന്മാർ. അപ്പോൾ തമ്മിൽ സമാധാനമായിരിപ്പിനെന്ന് വചനം പറയുമ്പോൾ തമ്മിൽ വഴക്കുണ്ടാക്കണമെന്നാണ് ഇവർ പറയുന്നത്. വഴക്കുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കൾ വിളിക്കപ്പെടുന്ന ഇവരുടെ ഫിലോസഫി. അങ്ങനെ ശരിയാകുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ സമാധാനപ്രേമികളായി ജീവിക്കുന്നവർക്ക് എന്നും നന്മയാണ്. അതെ. എന്നാൽ ഈ ആളുകളെ, ഈ എഫ്രൈം ഗോത്രക്കാർ അങ്ങനെ ആയിരുന്നില്ല. അവരെടുത്ത് ചാടി
അവർ യുദ്ധത്തിന് പോയി 40,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഞാൻ പറഞ്ഞ പോലെ എത്ര വിധവമാർ, എത്ര കുഞ്ഞുങ്ങൾ അനാഥരായി, എന്തോ ഒരു സാമ്പത്തിക ശേഷി അവർക്ക് നഷ്ടപ്പെട്ടു. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? എൻ്റെ പ്രിയമുള്ളവരെ, സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ, അതിന് യാതൊരു സംശയവുമില്ല. നമ്മളിനി അല്പം വിട്ടുവീഴ്ച ചെയ്തായാലും അല്പം നഷ്ടം സഹിച്ചായാലും സമാധാനം സ്ഥാപിക്കുവാനും പുലർത്തുവാനും വേണം എന്ന് പറഞ്ഞ് പ്രമാണങ്ങൾ മാറ്റിവെച്ച് സമാധാനം ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെ ദൈവവചനം പറയുന്നില്ല. പക്ഷേ ആവോളം നമുക്ക് സമാധാനമായിരിക്കാനാണ് പറയുന്നത്. ചിലടത്ത് ആവില്ലെന്നുള്ളതാണ് പൗലോസ് പറഞ്ഞ. ആവോളം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മൾ എത്ര ശ്രമിച്ചാലും വഴക്ക് കിട്ടാൻ വരുന്നവരുണ്ട്. അവരടി കൂടിയേ പോവും. വെറുതെ കടിക്കാൻ വരുന്ന നായെ പോലെയാണ്. നമ്മളൊന്നും ചെയ്യില്ല, വെറുതെ നടന്നു പോയാലും ഇത് കയറി കടിക്കുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ആളുകൾ ലോകത്തുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. സമാധാനം ഉണ്ടാക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അതുകൊണ്ട് നമുക്ക് സമാധാനപ്രിയരായിട്ട് ജീവിക്കാം. വെറുതെ നമ്മൾ ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങുന്നവരായിട്ട് ആകരുത്. വെറുതെ 40,000 ആളുകളുടെ ജീവൻ ഒതുക്കുവാൻ കൊണ്ട് ഇവരുടെ ദുർവാശി, ഇവരുടെ നേതാക്കന്മാരുടെ ദുർവാശി കാരണമായി തീർന്നു. അങ്ങനെയുള്ള ദുർവാശിക്കാരായിട്ടല്ല, സമാധാനകാംക്ഷികളായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങളെ എഫ്രൈമ്യരുടെ യുദ്ധക്കൊതിയെക്കുറിച്ച് ഞങ്ങൾ വായിക്കുകയായിരുന്നു. ഇഫ്താഹിനോട് വെറുതെ യുദ്ധത്തിന് കയറി ചെന്നു. ഞങ്ങളെ യുദ്ധത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് കയറി ചെന്ന് അവസാനം 40,000 ആളുകൾ കൊല്ലപ്പെടുവാനിടയായ ചരിത്രം ഞങ്ങൾ വായിച്ചു. എത്ര സങ്കടകരമായിരിക്കുന്ന ചരിത്രമാണ്. 40,000 പുരുഷന്മാർ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 40,000 സ്ത്രീകൾ വിധവകളായിത്തീരുക. അതുപോലെ എത്ര ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ അനാഥരായിത്തീരുന്ന ചരിത്രമാണ് മുഖാന്തരം ഉണ്ടായത്. ഭോഷന്മാരായിരിക്കുന്ന ആളുകളെ യുദ്ധക്കൊതി വരുത്തുന്നതായിരിക്കുന്ന ആപത്താണ്. ഞങ്ങളങ്ങനെ ഒരിക്കലും ആകരുത്. ദൈവവചനം പറയുന്ന പോലെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരായിട്ട് ആവോളം എല്ലാവരോടും സമാധാനം ആചരിപ്പാനാണ് പറഞ്ഞിരിക്കുന്നത്, ക്ഷമിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുവാനെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ഈ ദിവസത്തെ അനുഗ്രഹമാക്കി തീർക്കണമേ. കൃപ നീ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ.